അനന്തകൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്നുകൂടി വ്യക്തമാവുന്നുണ്ട്. ഇയാൾ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്തത് ചില്ലറക്കാരല്ല. ചില നേതാക്കളുടെ ബന്ധങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കുക കൂടി ചെയ്തു അനന്തകൃഷ്ണൻ. BJP നേതാവ് AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടന അനന്തകൃഷ്ണനുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. സീഡ് സൊസൈറ്റി എന്ന പേരിൽ അനന്തകൃഷ്ണൻ രൂപീകരിച്ച സന്നദ്ധ സംഘടനയുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആയിരുന്നു. അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, ഒരേ സമയം തന്നെ BJP നേതാവിനെ ആ പദ്ധതിയിൽ സഹകരിപ്പിക്കാനും അതേസമയം തന്നെ കോൺഗ്രസ് നേതാവിനെ ലീഗൽ അഡ്വൈസറാക്കാനും അനന്തകൃഷ്ണൻ കാണിച്ച ബുദ്ധി അപാരമാണ് അല്ലേ അലി അക്ബർ ഷാ? അരുൺകുമാർ, തീർച്ചയായും അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ വഴികൾ പരിശോധിക്കുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സംസ്ഥാന വ്യാപകമായി ജനങ്ങളെ പറ്റിച്ച് രാഷ്ട്രീയ നേതാക്കളെയും പറ്റിച്ചാണ് ഏകദേശം 350 കോടിയിലധികം, നിലവിൽ ലഭിച്ച പരാതി അനുസരിച്ച് 350 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇയാൾ ഏറ്റവും മുതലെടുപ്പ് നടത്തിയത് രാഷ്ട്രീയ നേതാക്കളെ തന്നെയാണെന്ന് പറയേണ്ടി വരും. അനന്തകൃഷ്ണന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പം വരെ, അതായത് അങ്ങ് മുകളിൽ പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിലെ നേതാക്കൾക്കൊപ്പം വരെയുള്ള ചിത്രങ്ങൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ ചിത്രങ്ങളിൽ പെട്ടുപോയവരിൽ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല എന്നൊന്ന് ശ്രദ്ധിക്കണം. രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ എല്ലാവരുമായും കൃത്യമായൊരു ചെങ്ങാത്തം സ്ഥാപിക്കാനും ഇത് തന്നെ തട്ടിപ്പിന് മുതലെടുപ്പിന് ഉപയോഗിക്കാനും അനന്തകൃഷ്ണൻ സാധിച്ചു. അതിലയാൾ വിജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ ചിത്രങ്ങളിൽ മുഖം പതിഞ്ഞ നേതാക്കളിൽ പലരുമായി നമ്മൾ പ്രതികരണം തേടി. പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, ഹൈബിയുടെ MP ഉണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്, അതുപോലെ KT ജലീലുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കൾ ഇതിന്റെ കുരുക്കിൽ പെട്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇതിൽ ഹൈബീഡൻ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് എന്ന് വിശ്വസിപ്പിച്ചാണ് ഈ രാഷ്ട്രീയ നേതാക്കളിൽ പലരെയും അനന്തകൃഷ്ണൻ ഈ പരിപാടിയുടെ ഉദ്ഘാടകരായും അതുപോലെ മുഖ്യാതിഥികളുമായും എല്ലാം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പെട്ടുപോയി എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതിൽ 2 പേർ ആരോപണ വിധേയരായി ഇപ്പോഴും നിൽക്കുന്നത് മുതിർന്ന BJP നേതാവ് AN രാധാകൃഷ്ണനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റുമാണ്. ഇന്നലെ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലെ കെയർടേക്കറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ 2 രാഷ്ട്രീയ നേതാക്കളും നിരന്തരം അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റ് സന്ദർശിക്കാറുണ്ടായിരുന്നു, മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ലാലി വിൻസെന്റ് ആണ് ഈ അനന്തകൃഷ്ണന്റെ ഈ മറൈൻ ഡ്രൈവിലുള്ള 3 ഫ്ളാറ്റുകളുടെ താക്കോൽ കൈകാര്യം ചെയ്തിരുന്നതെന്നും ഈ ഫ്ളാറ്റിന്റെ കെയർടേക്കർ നമ്മളോട് പറഞ്ഞിരുന്നു. ഈ AN രാധാകൃഷ്ണന്റെ ഒരു സന്നദ്ധ സംഘടനയുണ്ട്, സൈൻ എന്നാണ് അതിന്റെ പേര്. അത് വഴി അവർ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. ഈ സൈൻ എന്ന സംഘടന ഈ അനന്തകൃഷ്ണന്റെ NGO കോൺഫെഡറേഷനുമായി സംയുക്തമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല വിധത്തിലുള്ള ഫയൽ നീക്കങ്ങളും ചർച്ചകളും എല്ലാം അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നുവെന്ന് ഫ്ളാറ്റിലെ ജീവനക്കാരും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഈ ലാലി വിൻസെന്റിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. അരുൺ പറഞ്ഞതുപോലെ BJP നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും LDF നേതാക്കളെയും ആരെയും വിട്ടുകളഞ്ഞിട്ടില്ല അനന്തകൃഷ്ണൻ തന്റെ തട്ടിപ്പിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പല നേതാക്കളുടെയും മുഖം വിറ്റുകൊണ്ടാണ് ജനങ്ങളുടെ വിശ്വാസം ഇയാൾ പിടിച്ചുപറ്റിയതും ഇതുവഴി സംസ്ഥാന വ്യാപകമായി ഈ 350 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് ഇയാൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളതും. എന്തായാലും AN രാധാകൃഷ്ണൻ ഇതിൽ ഏത് നിലയിലാണ് ഇടപെട്ടിട്ടുള്ളത്, മറ്റേതെങ്കിലും നിലയിലുള്ള രാഷ്ട്രീയ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ, ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കൾ ഇനിയും ഈ വലയിലേക്ക് കുടുങ്ങാനുണ്ട്, ഈ യൂണിവേഴ്സിലേക്ക് വരാനുണ്ട്, അനന്തകൃഷ്ണൻ യൂണിവേഴ്സ് ഓഫ് തട്ടിപ്പിലേക്ക് വരാനുണ്ട് എന്നത് വരും മണിക്കൂറുകളിൽ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളിൽ പലരും ഇയാൾക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കെ രാജന്റെ ടേബിളിൽ ഈ കക്ഷിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നവകേരള സദസ്സിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥിയായിരുന്നു. പൗരപ്രമുഖന്റെ കൂട്ടത്തിൽ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. ഒരു ചിത്രം കാണുന്നുണ്ട്, അത് നവകേരള സദസ്സിലെ ചിത്രമാണോ? അത് വ്യക്തതയുണ്ടോ അലി അക്ബർ ഷാ? അരുൺകുമാർ, മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികൾ എവിടെയുണ്ടോ അവിടെ തേടി പിടിച്ചെത്തി താൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ബഹുരാഷ്ട്ര കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു NGOയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് എന്ന് മന്ത്രിമാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും. മന്ത്രിമാരും സത്യത്തിൽ പലരും ഇതിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി എന്ന നിലയിലാണ് ഇയാളോട് ചർച്ച നടത്താൻ തയ്യാറാകുന്നതും ഇയാളുടെ ഒപ്പം നിന്ന് ചിത്രമെടുക്കാൻ തയ്യാറായതും പോലും. ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ അലി അക്ബർ ഷാ, 2 രീതിയിൽ നമുക്ക് നേതാക്കളെ കാണണം. ഈ ഇതുമായി സഹകരിച്ച ഈ തട്ടിപ്പുമായിട്ട് സഹകരിക്കുകയും നിരന്തരം ഫ്ളാറ്റിലെ സന്ദർശകരാവുകയും ചെയ്ത 2 നേതാക്കളുണ്ട്. അതിലൊന്ന് AN രാധാകൃഷ്ണനാണ്, മറ്റൊന്ന് ലാലി വിൻസെന്റ് ആണ്. ഈ കോൺഗ്രസ് ലാലി വിൻസെന്റ് ലീഗിന്റെ ഈ തട്ടിപ്പിന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. മറ്റൊന്ന് AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയും ഈ പറയുന്ന സീഡ് സൊസൈറ്റിയുമായിട്ട് സഹകരിച്ചു. അങ്ങനെ ഒരു ഔദ്യോഗിക ബന്ധം ഈ 2 നേതാക്കൾക്കുമുണ്ട്.
ബാക്കിയുള്ള നേതാക്കൾ ശിവൻകുട്ടിയാണെങ്കിലും ശരി, KT ജലീലാണെങ്കിലും ശരി, കടന്നപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും ശരി, അതേപോലെ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഹൈബി ഈഡൻ ആണെങ്കിലും ബാക്കി നേതാക്കന്മാരെയൊക്കെ അവരുടെ പരിപാടികളിലേക്ക് നുഴഞ്ഞു കയറി ആളാകാൻ നോക്കുക. അതല്ലെങ്കിൽ ഇയാളുടെ ഇത്തരം പരിപാടികളിലേക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പരിപാടി എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി ഇവരെ ക്ഷണിച്ച് അതിഥികളാക്കി മാറ്റി ചിത്രങ്ങളെടുത്ത് പ്രദർശിപ്പിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയാളുടെ സ്ട്രാറ്റജി വ്യക്തമാണ്. ഒരേ സമയം തന്നെ കേന്ദ്രത്തിലാണെങ്കിലും ശരി, ഇവിടുത്തെ പ്രതിപക്ഷത്താണെങ്കിലും അല്ലെങ്കിൽ ഭരണപക്ഷത്താണെങ്കിലും ശരി, താൻ അവർക്കൊക്കെ അടുത്ത ആളാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി, എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അയാൾ ശ്രമിച്ചത്. അതിന് ഈ പാവം രാഷ്ട്രീയ നേതാക്കൾ ഇരയായിത്തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് രാധാകൃഷ്ണന്റെയും ലാലിയുടെയും കാര്യമല്ല, ബാക്കി നേതാക്കളുടെ കാര്യം. തീർച്ചയായും അരുൺ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. അരുൺ പറഞ്ഞതുപോലെ എല്ലാ നേതാക്കളെയും ഒരേ കണ്ണിലൂടെ കാണാൻ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ എന്തായാലും സാധിക്കില്ല. പലരും ഇതിൽ പെട്ടുപോയതാണ്. പലരും ഇത് ഒരു നല്ല പരിപാടിയാണ്, ജനോപകാരപ്രദമായ പദ്ധതിയാണ് എന്ന് കരുതി ഒപ്പം നിൽക്കാൻ ശ്രമിച്ച് ഇതിൽ കുടുങ്ങിപ്പോയവരാണ്. ആ നിലയിലുള്ള പ്രതികരണമാണ് ഇന്നലെ ഹൈബി ഈഡൻ MP നടത്തിയത്. ഹൈബി പെട്ടുപോയതുപോലെ തന്നെ പെട്ടുപോയ നേതാക്കൾ ഇതിൽ പലരുമുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് ഇതിൽ എന്തെങ്കിലും നേരിട്ട് ഇതുവരെയും ബന്ധമുള്ള വ്യക്തിയല്ല. മറ്റു പല നേതാക്കളും ആ നിലയിൽ ബന്ധമുള്ള വ്യക്തികളല്ല. പക്ഷേ ലാലി വിൻസെന്റ് അതുപോലെ AN രാധാകൃഷ്ണൻ, ഈ രണ്ട് പേരുകളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവർ. ഇവർ നിരന്തരമായി തട്ടിപ്പിന്റെ പ്രതിയായ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് ഈ ഫ്ളാറ്റിലെ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നു. അവർക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയുന്ന രണ്ട് നേതാക്കൾ ലാലി വിൻസെന്റും AN രാധാകൃഷ്ണനുമാണ്. അതാണ് അവർ ഇന്നലെ പ്രതികരിച്ചത്. മറ്റൊരു പ്രധാന കാര്യം, ഈ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ വിവരം താൻ അറസ്റ്റിലാകാൻ പോവുകയാണ് എന്ന് അനന്തകൃഷ്ണൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം 2 ദിവസം മുൻപാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നും എല്ലാ ഫയലുകളും ഇയാൾ നീക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെ ഇന്നലെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത ബന്ധം ഇയാൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ AN രാധാകൃഷ്ണൻ നിലവിൽ സംശയത്തിന്റെ നിഴലിൽ കുടുങ്ങിക്കിടക്കുന്നു. ലാലി വിൻസെന്റ് സംശയത്തിന്റെ നിഴലിൽ കുടുങ്ങിക്കിടക്കുന്നു. നിലവിൽ ഈ കേസ് വന്നപ്പോൾ നാട് വിട്ടിട്ടുള്ള കോൺഗ്രസിന്റെ മറ്റു ചില പ്രാദേശിക നേതാക്കൾ വരും മണിക്കൂറുകളിൽ അവരുടെ പേരുകൾ കൂടി പുറത്തു വരും. അവരും സംശയത്തിന്റെ നിഴലിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ മറ്റ് നേതാക്കളെ പലരെയും ഇയാൾ മുതലെടുപ്പ് നടത്തി ഇയാളുടെ പരിപാടികളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മുഖം വിറ്റ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും അരുൺ. അതുകൊണ്ട് ഈ പേര് പറയുന്ന ഇയാൾക്കൊപ്പം ചിത്രങ്ങളിൽ വന്നിട്ടുള്ള നേതാക്കളെ എല്ലാവരെയും ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയുന്ന സാഹചര്യവും നിലവിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു എന്ന് കരുതി ഈ മുതിർന്ന നേതാക്കൾ, അത് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളാണെങ്കിലും ശരി, CPM-ൽ നിന്നുള്ള നേതാക്കളാണെങ്കിലും ശരി, BJP-യിൽ നിന്നുള്ള നേതാക്കളാണെങ്കിലും ശരി, അവരുടെ ചിത്രങ്ങളിൽ ഇയാൾ കൂടെ നിൽക്കുന്നു എന്നതുകൊണ്ട് ഈ തട്ടിപ്പുമായി അവർക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത്. പലപ്പോഴും പല നേതാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ചടങ്ങുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. MLA-മാരും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇത്തരം പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പുകാരൻ വന്ന് ഫോട്ടോ എടുക്കുകയും പങ്കാളികളാവുകയും ചെയ്യുമ്പോൾ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടോ എന്ന് ചില പ്രേക്ഷകരൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. അതൊക്കെ സർക്കാരിന് വരും ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ടതാണ്. ഇതേപോലൊരു തട്ടിപ്പുകാരനെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്.